നമ്മളിപ്പോൾ കേട്ട് വരുന്നുണ്ട് 1997 തൊട്ട് 2012 വരെ ഇതിനിടയ്ക്ക് ജനിച്ച ആൾക്കാരിൽ HIV എന്ന് പറയുന്ന അസുഖം കൂടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവരെ നമുക്കൊരു ആ ഒരു ഏജ് ഗ്രൂപ്പിന്, ആ ഒരു ഇയർ ഗ്രൂപ്പിന് നമുക്ക് പറയുന്നത് ജെൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, HIV എന്താണ്, അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇയർ ഗ്രൂപ്പിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നത് നമുക്ക് ചോദിക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ നിതിൻ സാറാണ്. വെൽക്കം സർ. സർ, എന്തുകൊണ്ടാണ് ഈ ഒരു ഇയർ ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് HIV കാണപ്പെടുന്നു എന്ന് പറയുന്നത്? ഇപ്പോൾ യങ്ങർ ജനറേഷൻ്റെ മേറ്റിംഗ് സ്ട്രാറ്റജിയിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ അതിനകത്ത് നോക്കേണ്ടത്. ഇപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ഒരു മെയ്റ്റിന് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സുള്ള ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പല ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളുമാണ് അവലംബിച്ചിരുന്നത്. പക്ഷേ ഈ പോസ്റ്റ് മോഡേൺ ടൈമിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ജെൻസിയൊക്കെ തന്നെ ഡേറ്റിംഗ് ആപ്പുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ പർപ്പസ് അല്ല ആക്ച്വലി നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരും സെക്ഷൽ റിലേഷൻഷിപ്പിന് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഡേറ്റിംഗ് ആപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള മേറ്റിംഗ് സ്ട്രാറ്റജി യങ്ങർ ജനറേഷനിൽ പ്രത്യേകിച്ച് ജെൻസിയിൽ വളരെ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ഹാംഫുൾ സിറ്റുവേഷൻ ഇവരിൽ ക്രിയേറ്റ് ചെയ്യുകയും പലപ്പോഴും അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനകത്തേക്ക് പോകുന്നത് വഴി ജെൻസി, അതായത് ഈ പറഞ്ഞ പോലെ 14 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സൊസൈറ്റി വളരെ റിയലായിട്ട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ടീനേജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസസും കുറവ് തന്നെയല്ലേ സർ? ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ വളരെ വ്യാപകമായിട്ടും ഇൻ്റർനെറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആപ്പുകളൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ കൂടുതലും ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ജനറലി കൂടിയിട്ടുണ്ട്. അപ്പം ആക്സസ് വളരെ കൂടുതലാണ്. അത് ഈവിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. അപ്പം ഒരു ബേസിക്കലി ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പ്രൊക്ലിവിറ്റി നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈവിളായിട്ടുള്ള കാര്യങ്ങളിലോടായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാനും അതിനകത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പം ഡേറ്റിംഗ് ആപ്പുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൈഗ്രൻ്റ് സ്റ്റുഡൻറ്റ് പോപ്പുലേഷനാണ്. അതായത് പഠിക്കാനായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം പലപ്പോഴും ഇമ്മോറലായിട്ടുള്ള, അൺഎത്തിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അൺവയബിൾ ആയിട്ടുള്ള ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് സ്ട്രാറ്റജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇതിന്റെ കോസസ് എങ്ങനെയൊക്കെയാണ് സർ ഈ HIV-യുടെ? മീൻസ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത്? മോസ്റ്റ്ലി അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് വഴിയാണ് ഇത് പടരുന്നത്. അപ്പം അൺസേഫ് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മളെ നാട്ടിലൊക്കെ വിലയിരുത്തുന്നത് കോൺട്രാസെപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ സേഫ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള സെക്സ് എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൽ റിലേഷൻഷിപ്പ് മാരിറ്റൽ ലൈഫിനകത്ത് കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രീ മാരിറ്റൽ ആയിട്ടുള്ള, എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുന്നത് പോലുള്ള സേഫസ്റ്റ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മെത്തേഡ് വേറൊന്നും ഇല്ല എന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യങ്ങർ ജനറേഷൻസ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡേൺ ഐഡിയ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതലും കോൺട്രാസെപ്റ്റീവ്സ് മെത്തേഡ് അല്ലെങ്കിൽ മറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു സേഫും പ്രൊട്ടക്റ്റഡും ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതല്ല യഥാർത്ഥത്തിലെ സേഫസ്റ്റും മോസ്റ്റ് പ്രൊട്ടക്റ്റഡുമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ലൈഫ് കുറേ കൂടെ കെയർഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള, പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ഇപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് സെക്ഷൽ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും HIV എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് തന്നെ HIV വരാനുള്ള ചാൻസസ് ഇല്ലേ? ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ നീഡിൽസ് ഷെയർ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതൊക്കെ വളരെ റെയർ പോസിബിലിറ്റിയിലാണ് സംഭവിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് നമ്മുടെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഡെമോഗ്രാഫിക് പോപ്പുലേഷനിൽ മാത്രം, നമ്മൾ ഈ പറഞ്ഞ ജെൻസിയിൽ മാത്രം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ജെൻസിയിൽ മാത്രം വരുന്ന ഒരു വർധനമെന്ന് പറയുന്നത്, അതായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2012 9%, 2022 9% 2023 12% ആവുകയാണ്. 2023 ആവുമ്പോഴേക്കും അത് 14%, 2025 ആവുമ്പോഴേക്കും അത് 15.4% വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു വളരെ സ്റ്റീപ്പായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വർധനയാണ് നമുക്ക് ഈ ജെൻസി പോപ്പുലേഷനിൽ കാണാൻ പറ്റുന്നത്. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ക്രിട്ടിക്കലി ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ സാർ ഒരു കാര്യം, നമ്മൾ ഇപ്പം മിക്ക സ്കൂളുകളിലും ഈ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അതിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ അത് എഫക്റ്റീവ് ആണോ? ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ യങ്ങർ ജനറേഷനെ പ്രോപ്പറായിട്ട് അവെയർ ആക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ അവയർനെസ്സിൽ നമ്പർ 1 ആയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് കോൺട്രാസെപ്റ്റീവും അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതല്ല ഒന്നാമതായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് പ്രീ മാരിറ്റൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ബോധം വരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അവയർനെസ് പ്രോഗ്രാം അതിൻ്റെ ഒരു ക്രക്സ് ഓഫ് ദ പ്രോബ്ലത്തിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ അവയർനെസ് പ്രോഗ്രാംസ് വളരെ നല്ലതാണ്. അപ്പോൾ അത് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്പർ 1 ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ സെക്ഷൽ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, സേഫസ്റ്റ് ആയിട്ടുള്ള സെക്സ് എന്നുള്ള ഐഡിയ നമ്മുടെ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ HIV ബാധിച്ച ഒരാൾ, ഇപ്പോൾ അത് എങ്ങനെ നമ്മൾ ഫാമിലിയിലുള്ളവർ നമ്മൾ കെയർ ചെയ്യണം? മീൻസ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻസ് ചെയ്യേണ്ടത്? ഇപ്പോൾ HIV ബാധിതരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാധിച്ചവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവർക്ക് പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങും അവരുടെ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടത്, അവരുടെ വൈറൽ ലോഡ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനും എന്തെങ്കിലും സിംറ്റമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു അത് പോസിറ്റീവായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനുള്ള മെക്കാനിസം ഓട്ടോമാറ്റിക്കായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവർ ആ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ബാധിച്ച ഒരാൾക്ക് ഇപ്പോൾ അങ്ങനെ പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ സർ? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ തന്നെ ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ക്രോസ് മസാജിങ് സെൻറ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സമയത്തും പല സ്ഥലങ്ങളിലായിട്ടും കൂണ് പോലെ മുളയ്ക്കുകയും കുറച്ച് ദിവസം കഴിയുമ്പം അത് പോവുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് ഈ ക്രോസ് മസാജിങ് സെൻറ്റേഴ്സ്. അപ്പോൾ പല ക്രോസ് മസാജിങ് സെൻറ്റേഴ്സിൽ പോയിട്ട് ക്രോസ് മസാജ് കഴിഞ്ഞതിന് ശേഷം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് HIV വന്നിട്ടുണ്ടോ, HIV വന്നു കാണുമോ എന്നുള്ള ആ ഒരു ആങ്സൈറ്റി കൗൺസിലിങ്ങിന് ധാരാളം പേര് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഈ ക്രോസ് മസാജിങ് സെൻറ്റേഴ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി ഇവർ മസാജിങ് എന്നുള്ള അല്ലെങ്കിൽ ഒരു സ്പാ എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക് എലമെൻറ്റിനേക്കാൾ കൂടുതൽ സെക്ഷൽ ആക്ടിവിറ്റീസ് ആണ് അവിടെ കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഫക്റ്റഡ് ആവുന്ന ആൾക്കാർ അവരെ ഒരു സപ്പോർട്ടിങ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, അവർ കൗൺസിലിംഗ് സീക്ക് ചെയ്യാറുണ്ട്. അവർക്ക് HIV വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ആങ്സൈറ്റി അവരെ വലിയ രീതിയിൽ ഹോണ്ട് ചെയ്യുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് മസാജിങ് സെൻറ്റേഴ്സും നമ്മൾ വളരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ജെൻസിയുടെ ഇടയിൽ HIV മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ HIV പേഷ്യൻസിനെ നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ, ഒറ്റപ്പെടുത്തേണ്ട കാര്യമായിട്ടുണ്ടോ സർ? നമുക്ക് ജനറലി അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. നോർമൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ലൈഫ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, അവരുടെ ഇന്റേണലി അവരൊരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അവരുടെ ലൈഫും അവരുടെ വേ ഓഫ്
പാറ്റേൺ ഒക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് മെജോറിറ്റി നമ്മുടെ നാട്ടിൽ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ HIV കുറിച്ചും അതുപോലെ തന്നെ HIV കൗൺസിലിംഗ് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, HIV ഉള്ള ആൾക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് എത്രയുണ്ട് എന്നൊക്കെയുള്ള അവയർനെസ് ആണ് നമുക്ക് ഡോക്ടർ നിതിൻ സാർ തന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.